ഇതൊക്കെയാണെങ്കിലും ഫൈനലിൽ ഷോട്ടുകൾ തിരഞ്ഞെടുക്കുന്നതിലെ കണിശത കോഹ്ലിയുടെ ബാറ്റിങ്ങിൽ പ്രകടമായിരുന്നു. യുവതാരങ്ങൾ കളിക്കുന്ന പല ഷോട്ടുകളുടെയും പിന്നാലെ കോഹ്ലി പോയിട്ടില്ല. അയാളിൽ നിന്നൊരു റിവേഴ്സ് സ്വീപ്പോ സ്കൂപ്പോ സ്വിച്ച് ഹിറ്റോ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ഓഫ് സ്റ്റമ്പിന് പുറത്തെറിഞ്ഞാൽ കോഹ്ലി കവർ ഡ്രൈവ് ചെയ്യും. ഫുൾ ലെങ്ത് പന്തെറിഞ്ഞാൽ ഫ്ലിക്ക് ചെയ്ത് മിഡോണിലൂടെയോ മിഡ് വിക്കറ്റിലൂടെയോ ബൗണ്ടറി അടിക്കും. കാൽപാദം ലക്ഷ്യമിട്ട് വരുന്ന പന്താണെങ്കിൽ ഫൈൻ ലെഗിലേക്കോ സ്ക്വയർ ലെഗിലേക്കോ വഴിതിരിച്ചു വിടാം. ഷോർട്ട് ഓഫ് ലെങ്ത് പന്താണെങ്കിൽ അധികം ബാക്ക് ലിഫ്റ്റ് ഇല്ലാതെ കൈക്കുഴയുടെയും കൈത്തണ്ടയുടെയും കരുത്തിൽ പന്തിനെ റിസ്റ്റ് ജാബ് ചെയ്ത് ബൗണ്ടറി നേടാറുണ്ട്. ഇതെല്ലാം അറിയാമെങ്കിലും കോഹ്ലിയുടെ റണ്ണൊഴുക്കിനെ തടയാൻ എതിർ ടീമിന് കഴിയുന്നില്ലെന്നതാണ് വിരാട് കോഹ്ലിയെ ഈ പ്രായത്തിലും അപകടകാരിയാക്കുന്നത്. അൺഓർത്തഡോക്സ് ഷോട്ടുകളുടെ ആധുനിക ക്രിക്കറ്റിൽ ഇപ്പോഴും ബാലപാഠങ്ങൾ ചേർത്ത് പിടിച്ച് ബാറ്റിംഗ് ശൈലിയെ നവീകരിക്കുന്ന കോഹ്ലിയെ മനസ്സിലാക്കാൻ എതിരാളി വളർന്നിട്ടില്ലെന്ന് ചുരുക്കം. അല്ലെങ്കിൽ ബോളർ മനസ്സിൽ കാണുന്നത് കോഹ്ലി അയാൾക്ക് മുന്നേ വായിച്ചെടുക്കുന്നു എന്നതാകും യാഥാർത്ഥ്യം. വിജയ റൺ നേടണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നുവെന്ന് മത്സരശേഷം കോഹ്ലി പറയുമ്പോൾ അയാൾ ക്രീസിൽ ഉണ്ടാകണമെന്നും അതുവരെ പിഴവുകൾ ഉണ്ടാകാൻ പാടില്ലെന്നും അയാൾ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. ആ ബാറ്റിൽ നിന്ന് ആദ്യം പറഞ്ഞ 44 റൺസിൽ ഒരൊറ്റ റൺസ് മാത്രമാണ് ഓഫ് സൈഡിൽ നേടിയതെന്നതും ആ ഉറച്ച തീരുമാനമാകാം. ഓഫ് സ്റ്റമ്പിന് പുറത്തു വരുന്ന പന്തിൽ ബാറ്റ് വെച്ച് പുറത്താകരുതെന്ന നിശ്ചയദാർഢ്യവുമാകാം കാരണം. ഇത്തവണയും കിരീടം നേടണമെന്ന തീരുമാനം കഴിഞ്ഞ തവണ ചാമ്പ്യന്മാരായ ശേഷം എടുത്തതാണെന്ന് കോഹ്ലി പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഈ സീസണിൽ എന്ത് ചെയ്യണമെന്ന് മനസ്സിലുണ്ടായിരുന്ന ബോധ്യം. പവർ പ്ലേയിൽ തന്നെ കളി തീരുമാനമാക്കണമെന്ന് വെങ്കടേഷ് അയ്യരോട് പറഞ്ഞതായാണ് കോഹ്ലി പറയുന്നത്. എല്ലാ കാര്യത്തിലും വ്യക്തതയുണ്ടായിരുന്നു. ഇത്രയും തെളിച്ചത്തോടെ ഒരാൾ കാര്യങ്ങളെ നയിക്കുമ്പോൾ ബാക്കിയുള്ളവർ നോക്കി നിൽക്കാൻ വിധിക്കപ്പെട്ടവരാകുന്നതിൽ ഒരു ആശ്ചര്യവും വേണ്ട. രാജാവ് തീരുമാനമെടുക്കും, രാജാവ് തന്നെ നയിക്കും. ഒടുവിൽ ജയവും രാജാവിന് തന്നെയാകും. വെല്ലുവിളിക്കാൻ പുറപ്പെടുന്നവർ മറക്കരുത്, അടുത്ത വർഷവും രാജപാരമ്പര്യം റോയലായി തുടരാൻ അയാൾ തന്നെ മുന്നിലുണ്ടാകും. ചലഞ്ച് ചെയ്യാൻ ശ്രമിക്കരുത്, കാരണം അത് കിങ് കോഹ്ലിയാണ്. അയാൾ ഒന്നുറച്ചാൽ ബ്രഹ്മാവിനും തടുക്കാനാവതില്ല. കൂടുതൽ റൺസും കൂടുതൽ സെഞ്ചുറികളും ഒരു സീസണിൽ 900-ലേറെ റൺസുമൊക്കെയായി കോഹ്ലി ഏറെ ഉയരത്തിൽ നിൽക്കുന്ന IPL എന്നത് അയാളുടെ മാത്രം സാമ്രാജ്യമാണ്.